ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ 4th ചാപ്റ്ററായ അരിസ്റ്റോട്ടിൽ കത്താർസിസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ഇതിൽ മെയിനായിട്ട് എക്സാം ഓറിയൻറ്റഡ് എക്സ്പ്ലനേഷൻ മാത്രമാണ് തരുന്നത്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയേണ്ടത് അരിസ്റ്റോട്ടിൽസ് തിയറി ഓഫ് ട്രാജഡി ആണ്. നമുക്ക് ആദ്യം അതിലേക്ക് പോകാം. ലിറ്റററി ക്രിറ്റിസിസത്തിൽ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ആൾക്കാർ ട്രാജിക് സ്റ്റോറീസ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഇമ്പോർട്ടൻറ്റ് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീച്ചറാണ് പ്ലേറ്റോ. പക്ഷേ ഇതിനെക്കുറിച്ചൊരു നെഗറ്റീവ് വ്യൂ ആണ് പ്ലേറ്റോയ്ക്കുള്ളത്. അദ്ദേഹം ബിലീവ് ചെയ്തിരിക്കുന്നത് ഈ ട്രാജിക് ആയിട്ടുള്ള ഡ്രാമ ഒക്കെ ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാജിക് ഈവൻറ്റ്സ് ഒക്കെ ആൾക്കാർ കാണുമ്പോൾ അവർ അത് കണ്ട് കരയുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ട് ദേഷ്യം വരുമ്പോൾ അവർക്ക് അവരുടെ റാഷണൽ ആയിട്ടുള്ള തിങ്കിങ് നഷ്ടപ്പെടുകയാണ്. ട്രാജഡി അതുവഴി ഹാർംഫുൾ ആവുകയാണ് ചെയ്യുന്നത് എന്നാണ് പ്ലേറ്റോ പറയുന്നത്. പക്ഷേ അരിസ്റ്റോട്ടിൽ ഇതിനെ സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്തു. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത്. ഇനി വൈ ഡു വി എൻജോയ് ട്രാജഡി, എന്തുകൊണ്ടാണ് നമ്മൾ ട്രാജഡി എൻജോയ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അരിസ്റ്റോട്ടിൽ പറയുന്നത് നമ്മൾ ശരിക്കും അതിലുള്ള ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന സെയിം പെയിൻ അനുഭവിക്കാൻ വേണ്ടി അല്ല, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടല്ല നമ്മൾ ട്രാജഡി എൻജോയ് ചെയ്യുന്നത്. പകരം നമ്മൾ എൻജോയ് ചെയ്യുന്നത് ശരിക്കും ആ ഒരു ട്രാജിക് ഈവൻസിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് നമ്മളവിടെ എൻജോയ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ട്രാജിക് ഈവൻസ് കാണിക്കുന്നത് വഴി റൈറ്റേഴ്സ് പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൊറിബിൾ ആയിട്ടുള്ള ഈവൻസിനെയൊക്കെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിയൽ ലൈഫിലുള്ള സഫറിങ് വെച്ചാൽ വളരെ പെയിൻഫുള്ളാണ്. പക്ഷേ ലിറ്ററേച്ചറിൽ ഈ ഒരു സഫറിങ് നേരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് മാറുകയാണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഈ കത്താർസിസ് എന്നുള്ളതാണ്. കത്താർസിസിനുള്ള മീനിങ് എന്ന് വെച്ചാൽ പർഗേഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻസ് എന്നാണ്. അരിസ്റ്റോട്ടിൽ ഇതിനെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാജഡി കാണുമ്പോൾ അതായത് ട്രാജഡി 2 മെയിൻ ഇമോഷൻസാണ് ഓഡിയൻസിൽ വരുത്തുന്നത് എന്നാണ്. അതിലൊന്നാണ് പിറ്റി എന്ന് വെച്ചാൽ ട്രാജിക് ഹീറോയിനോട് നമുക്ക് തോന്നുന്ന ഒരു സിമ്പതിയാണ്. ദെൻ ഫിയർ എന്ന് വെച്ചാൽ നമ്മൾ റിയലൈസ് ചെയ്യാണ് ഇങ്ങനെയുള്ള സഫറിങ് ഒക്കെ ആർക്ക് വേണമെങ്കിലും ഈവൻ നമുക്ക് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പിറ്റി ആൻഡ് ഫിയർ എന്ന് പറയുന്ന 2 ഇമോഷൻസാണ് കത്താർസിസ് എന്ന് പറയുന്ന സംഭവം ഓഡിയൻസിൽ കൊണ്ടുവരുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇമോഷൻസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് കത്താർസിസ് തരുന്നു എന്നാണ്. ദാറ്റ് മീൻസ് റിലീസ് ഓർ പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസിന് ഒരു പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ റിലീസ് അവിടെ സംഭവിക്കുകയാണ്. ഒരു ട്രാജഡി കണ്ടു കഴിഞ്ഞതിന് ശേഷം ഓഡിയൻസ് ഇമോഷണലി റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഡിപ്രസ്ഡ് ആവുന്നതിന് പകരം അവർ സാറ്റിസ്ഫൈഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇനി എന്താണ് ട്രാജിക് ഹീറോ എന്ന് നോക്കാം. അരിസ്റ്റോട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാജിക് ഹീറോ എങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. According to Aristotle, the tragic hero should be a good person but not perfect. അദ്ദേഹം പറയുന്നത് ഒരു ട്രാജിക് ഹീറോ എന്ന് പറയുന്നത് ഒരു നല്ല ആളായിരിക്കണം, പക്ഷെ ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ പാടില്ല. അതുപോലെ ഒരു ഹ്യൂമൻ വീക്ക്നെസ്സോ ഫ്ലോയോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഹി ഷുഡൻ ബി സച്ച് എ പെർഫെക്റ്റ് മാൻ. ഇനി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് ഹാപ്പിനെസ്സിൽ നിന്നും സഫറിങ്ങിലേക്ക് എന്ന് പറയുന്നത് റിവേഴ്സലാണ് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഹീറോ എന്ന് പറയുന്നത് നമ്മളോട് സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിനോട് പിറ്റിയും ഫിയറും തോന്നും. ഇനിയും എന്തുകൊണ്ടാണ് ട്രാജഡി ഇമ്പോർട്ടൻ്റ് ആയത് എന്ന് ഉള്ളൊരു ചോദ്യമുണ്ട്. അരിസ്റ്റോട്ടിൽ ബിലീവ് ചെയ്തിട്ടുള്ളത് ട്രാജഡി ഈസ് യൂസ്ഫുൾ ബിക്കോസ് അദ്ദേഹം പറയുന്നത് ട്രാജഡി യൂസ്ഫുൾ ആണ് എന്നതാണ്. അതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, അത് നമ്മുടെ ഹ്യൂമൻ ലൈഫും അവരുടെ സഫറിങ്ങിനെ കുറിച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സെക്കൻഡ്, ഇത് നമുക്ക് കത്താർസിസിലൂടെ ഒരു ഇമോഷണൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് വൺ, ഇത് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസിനെ ആർട്ടിസ്റ്റിക് ബ്യൂട്ടിയിലേക്ക് ടേൺ ചെയ്യുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ ബിലീവ് ചെയ്തിരുന്നത് ട്രാജഡി ഓഡിയൻസിന് ശരിക്കും ബെനിഫിറ്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന് എഡ്യൂക്കേഷനായിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള വാല്യൂ കൂടി ഉണ്ട്. പ്ലേറ്റോയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അരിസ്റ്റോട്ടലിൻ്റെ വ്യൂ ഈ ഒരു കാര്യത്തിൽ. ഇതിൽ കൺക്ലൂഷനായിട്ട് വരുന്നത്
അരിസ്റ്റോട്ടിൽ ബിലീവ് ചെയ്തിരുന്നത് ട്രാജഡി ഹാംഫുൾ അല്ല, പകരം അത് മനുഷ്യന്മാരുടെ ലൈഫിനെ കുറിച്ചും സഫറിങ്ങിനെ കുറിച്ചുമൊക്കെ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഡിയൻസിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതേസമയം പ്ലേറ്റോ പറഞ്ഞെടുക്കുന്നത് ട്രാജഡി അല്ലെങ്കിൽ ട്രാജിക് ഇവൻറ്റ്സ് കാണുന്നതിലൂടെ ആൾക്കാരുടെ റാഷണൽ തിങ്കിങ് നഷ്ടപ്പെടുമെന്നും അതിലൂടെ അത് നമുക്ക് കൂടുതലും ഡിസഡ്വാൻറ്റേജസും ഒക്കെയാണ് തരുന്നത് എന്നുള്ളതാണ്. സോ ഇതാണ് മെയിനായിട്ട് ഈ ഒരു ടെക്സ്റ്റിൽ പറയുന്നത്. ഇതിപ്പോൾ എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ തരുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോ വഴി കിട്ടും. സോ ഇവിടെ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങൾ, അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും എങ്ങനെയാണ് കത്താർസിസിനെ വ്യൂ ചെയ്തത്, മീനിങ് ഓഫ് കത്താർസിസ് എന്താണെന്ന് നല്ലോണം ഓർത്ത് വെക്കുക. എക്സാക്റ്റ് മീനിങ് എന്ന് പറയുന്നത് ചില സ്കോളേഴ്സ് പർഗേഷൻ എന്ന് പറഞ്ഞു, റിലീസ് ഓഫ് ഇമോഷൻസ്, അതേഴ്സ് അതിനെ ക്ലാരിഫിക്കേഷൻ എന്ന് കൊണ്ടുവന്നു. അതായത് ഹ്യൂമൻ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതാണ്. സോ ഈ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ട്രാജഡി കൊണ്ട് എന്ത് ഇമോഷൻസൊക്കെയാണ് മനുഷ്യന്മാർക്ക് വരുന്നത് എന്നുള്ളതും ഓർത്ത് വെക്കേണ്ടതാണ്. കൺക്ലൂഷൻ പാർട്ടിലായിട്ട് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും എങ്ങനെ റിവ്യൂ ചെയ്യുന്നുള്ളതും കൂടി നോക്കണം.